നമസ്കാരം, പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഞാനിപ്പോൾ എൻ്റെ ഈ മുറി ഒഴിവാക്കുകയാണ്. ഈ മുറിയിലുള്ള വസ്തുക്കളൊക്കെ നീക്കം ചെയ്യുകയാണ്. കാരണം ഭഗവതിയെയും ദേവീദേവന്മാരെയും ഇവിടെ കുടിവെക്കാനാണ് ഇനി പോകുന്നത്. നമുക്ക് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ ശരിയാക്കുന്നത് വരെ നമുക്ക് ഇവിടെ ദേവീദേവന്മാരെ വയ്ക്കാമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള വസ്തുക്കളൊക്കെ മരുന്നതൊക്കെ എൻ്റെ തുണികളാണ് കേട്ടോ. പട്ട് സാരികളൊക്കെ ദേവീടിയാണ്. ഇതൊക്കെ സാരികളൊക്കെ ദേവീടിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റാം. ഇവിടെ മാറ്റി കഴുകി ശുദ്ധി ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാം, ദേവിയുടെ കാര്യങ്ങൾ. അപ്പോൾ പെങ്ങന്മാരും ഭക്തരും ഒക്കെ വന്നിട്ടുണ്ട്. സഹായിക്കുക എല്ലാവരും, വിളക്കുകളൊക്കെ തയ്ക്കുക എല്ലാവരും. കേട്ടോ, ഇതിൻ്റെ വർത്താനം കേട്ടോ നിങ്ങൾ. അപ്പം എല്ലാവരും കൂടി വിളക്ക് തേക്കണ ബേക്കള അവിടെ അതൊക്കെ കാണാൻ നോക്കും. ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. നിങ്ങളുടെ ആൾക്കാർ കണ്ടിട്ട് നിങ്ങളോട് പറയും, നിങ്ങൾ ഒരു ചാനലിൽ കണ്ടുല്ലോ എന്ന് പറയും. കുറേ കാടും പടലും എൻ്റെ പെങ്ങൾ തലയിൽ വെച്ചിട്ടുണ്ട്. കർക്കിടക മാസത്തിലെ വിളക്കുകളൊക്കെ തേച്ച് വയ്ക്കുകയാണ്, വൃത്തിയാക്കാണ്. ചൊവ്വാഴ്ചയാണ് നമ്മൾ ഭഗവതിയെ കത്തി വയ്ക്കുന്നത്. അപ്പോൾ നാളെ വൈകിട്ട് ഭഗവതിമാരെയൊക്കെ ആവാഹിച്ചിരുത്തും. അതിനുശേഷം ചൊവ്വാഴ്ച രാവിലെ 11:30 മുഹൂർത്തത്തിൽ നമ്മൾ പ്രതിഷ്ഠ നടത്തും. മുറിയൊക്കെ കഴുകി വൃത്തിയാക്കാണ് കേട്ടോ. മുറിയൊക്കെ കഴുകി വൃത്തിയാക്കുകയാണ്. വൃത്തിയാക്കിയിട്ട് വേണം ഭഗവതിനെ അങ്ങോട്ട് ഇരുത്താനാണ്. ചെതലാണ് മക്കളെ, ഇത് തേക്കാത്ത കാരണം കൊണ്ട് നിറയെ ചെതല. വിളക്കുകളൊക്കെ തേച്ച് വയ്ക്കുക കേട്ടോ. കംപ്ലീറ്റ് വിളക്കുകൾ തേച്ച് വയ്ക്കുക. കണ്ടില്ല, എല്ലാവരും കൂട്ടത്തോടെ അവരെ പണി കഴിഞ്ഞിട്ടില്ല, തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവിൻ്റെ ഒക്കെ എടുത്തു, ഭർത്താവ് വേറെ കഴുകണത്. അപ്പോൾ പണികൾ നടക്കാൻ മക്കളെ, ഒരു പണി തന്നെയാണ്. നമുക്ക് ദേവീനൊന്ന് മാറ്റിയിരുത്താന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ പണിയാണ്. വിചാരിക്കണ പോരൊന്നല്ല കാര്യങ്ങൾ. അപ്പം നമ്മുടെ മുറിയെല്ലാം ഒഴിവാക്കിയിട്ട് മക്കളെ എല്ലാം നീക്കം ചെയ്ത് കഴുകി മുറിയൊക്കെ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് വൈകിട്ടാണ് ദേവീദേവന്മാരെല്ലാവരും ആവാഹിച്ച് മാറ്റും. അതിന് ശേഷം നാളെ 11:30 പ്രതിഷ്ഠ നടക്കും. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. വെള്ളം കണ്ടില്ലേ, വെള്ളം അമ്പലത്തിൻ്റെ ഓവുകല്ലിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഈ വെള്ളത്തിലൊന്നും എനിക്ക് നിൽക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കണം. എനിക്ക് വയ്യാതെ 2-3 വട്ടം വയ്യാതെയായി. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ദേവീദേവന്മാരൊക്കെ എൻ്റെ റൂം ഒഴിവാക്കിയിട്ട് അവിടെ കഴുകി വൃത്തിയാക്കി പുണ്യാവസ്ഥ ചെയ്ത് അവിടെ ഇരുത്താൻ പോവുകയാണ്. എന്നിട്ട് നമുക്കിനി ഓണം കഴിഞ്ഞിട്ട് നമുക്ക് ഈ മഴയൊക്കെ പോയി വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യണം. അതിന് വേണ്ടി എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം, സഹായിക്കണം. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.